റിസർച്ച് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പ്രതിമാസ പ്രഭാഷണ പരമ്പരയുടെ മൂന്നാമത്തെ പ്രഭാഷണമാണ് ഇന്ന് നടക്കുന്നത്. ആദ്യമായി നമ്മുടെ HODയും ഇന്നത്തെ പ്രഭാഷണ പരമ്പരയുടെ അധ്യക്ഷ സ്ഥാനവും വഹിക്കുന്ന നാരായൺ സാറിനെ എന്റെ പേരിലും റിസർച്ച് ഫോറത്തിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ പ്രഭാഷണം അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്ന KSMDB ശാസ്താംകോട്ട സംസ്കൃത കോളേജിലെ സംസ്കൃത വിഭാഗം ഹെഡ് ഓഫ് ഇൻചാർജും അധ്യാപകനുമായ ഡോക്ടർ സുശാന്ത് സാറിനെയാണ്. അദ്ദേഹത്തിനെ എന്റെ പേരിലും റിസർച്ച് ഫോറത്തിന്റെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ മറ്റു അധ്യാപകർ, വിശിഷ്ട വ്യക്തികൾ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ റിസർച്ച് ഫോറത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നതിനായി സുശാന്ത് മാഷെ ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ബഹുമാനപ്പെട്ട നാരായണൻ സാറ്, മറ്റ് ഗുരുജനങ്ങളെ, ഗവേഷകരെ, വിദ്യാർത്ഥികളെ, വളരെ സന്തോഷമുണ്ട്. അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ അത് തുടരുവാനും, ഈ ഒരു അധ്യയനവും അധ്യാപനവും തുടരുവാൻ സാധിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഗവേഷകരുടെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന പ്രബന്ധ പരമ്പരയിൽ ഒരു പ്രബന്ധം ഒരു ദിവസം ചെയ്യണം എന്ന് നാരായണൻ സാറ് ജൂലൈ മാസങ്ങളിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ മാസം യൂണിവേഴ്സിറ്റിയിലൊരു ബോർഡ് ഓഫ് സ്റ്റഡീസ് തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലത് കാര്യമായി തന്നെ സാറ് പറഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ സംഘാടകയായിട്ടുള്ള പ്രവീണ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഏത് രീതിയിലുള്ള പ്രബന്ധം വേണം എന്ന രീതിയിലൊക്കെ ആലോചിച്ച് ഇന്ന് അതിനുള്ളൊരു അവസരം ലഭ്യമായിരിക്കുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവർത്തനത്തിലാണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് പങ്കുകൊള്ളുന്നത്. ഈ ഒരു പരിപാടിയിലും അതേ രീതിയിൽ തന്നെയാണ്. പൂർവ്വകാലം ഓർമ്മ വരികയാണ്. 2006 അവിടെ ജോയിൻ ചെയ്യുമ്പോൾ, MPhilലും PhDക്കുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ പ്രതിവാര സെമിനാർ ബുധനാഴ്ചകളിൽ നടന്നു വരുമായിരുന്നു. ബുധനാഴ്ച ഒരു 2 മണി 2:30 ശേഷം പ്രതിവാര സെമിനാർ, അതിലൊരു അധ്യാപകൻ അവതരിപ്പിക്കും. അതോടൊപ്പം ഒരു ഗവേഷക വിദ്യാർത്ഥി അല്ലെങ്കിൽ PG വിദ്യാർത്ഥി ആരെങ്കിലും അത് അവതരിപ്പിക്കും. അപ്പം അന്ന് ഈ ഓൺലൈൻ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ ആ ഒരു കാലത്ത്. അപ്പം അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അധ്യാപകരോടൊപ്പം വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു അവസരം അന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ പരിപാടികളിൽ പ്രബന്ധം അവതരിപ്പിക്കുവാനും അതിൻ്റെ സംഘാടകനായൊക്കെ അന്ന് അവിടെ അവസരം ലഭിച്ചു. അപ്പം അത്തരം പ്രവൃത്തികളാണ് മുന്നോട്ടും ഉള്ള പ്രയാണത്തിന്, നമ്മുടെ മുന്നോട്ടുള്ള ഗതിക്ക് നമ്മളെ ബലം നൽകുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ റിസർച്ച് ഫോറം എന്നൊരു ഔദ്യോഗിക നാമധേയത്തോടു കൂടി തന്നെ, അന്ന് അങ്ങനെ ഒരു പ്രത്യേക ഒരു സംവിധാനം, ഒരു ഔദ്യോഗികമായ രീതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റിസർച്ച് ഫോറം എന്നൊരു കൂട്ടായ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം നിലവിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഓൺലൈൻ സംവിധാനം കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഒരേ സമയം അടുത്തുള്ളവരും ദൂരെയുള്ളവരും എവിടെ നിന്നുള്ളവർക്കും പങ്കെടുക്കാം. അപ്പോൾ ദൂരെയുള്ള വ്യക്തികളെ കൊണ്ടൊക്കെ ക്ലാസ്സുകൾ കൂടുതലായിട്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നത് വളരെ നല്ലൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സാറ് പറഞ്ഞത് ഗവേഷകർക്ക് പറ്റിയ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഷാങ്ഹായ് നാരായണീയം, അന്നത്തെ ഒരു അനുഭവം, റിസർച്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം പറയുക എന്നുള്ളത്. അപ്പം അന്ന് 2006 റിസർച്ചിന് ചേർന്നു. റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി, റിസർച്ചൊക്കെ പൂർത്തിയാക്കി നിലവിൽ ഒരു എയ്ഡഡ് കോളേജിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ റിസർച്ചുമായി ബന്ധപ്പെട്ട് കണ്ടംപററി ആയിട്ട് അങ്ങനെ ലൈവായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. എന്നാലും അന്നത്തെ ഒരു അനുഭവം കൊണ്ടും നമ്മുടെ ഒരു ശാസ്ത്രത്തിൻ്റെ മഹത്വം കൊണ്ടും ഏറെക്കുറെ ഒരു ഗവേഷണാത്മക രീതിയിൽ തന്നെ അധ്യയനവും അധ്യാപനവും ഒക്കെ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നാമധേയത്തിൽ ശോധപ്രബന്ധ രചനായാം മൂലഗ്രന്ഥാധ്യയനസ്യ പ്രാധാന്യം എന്ന രീതിയിൽ ഒരു
വിഷയം തിരഞ്ഞെടുത്തത്. അപ്പോൾ ശോധപ്രബന്ധം എന്നതുകൊണ്ട് മുഖ്യമായ അർത്ഥം റിസർച്ച് തീസിസ് എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എന്നാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ സെമിനാറുകളിൽ ചെയ്യുന്ന ചെറിയ പ്രബന്ധങ്ങൾ, അസൈൻമെന്റുകൾ ഏതും ആയിക്കോട്ടെ, എന്തിനും ഒരു രീതി, ഒരു മെത്തേഡ് വേണം എന്നുള്ളത് നിർബന്ധമാണ്, അനിവാര്യമാണ്. ഇപ്പൊ ഇവിടെ ശോധപ്രബന്ധം കൊണ്ട് ഈ പറഞ്ഞ സെമിനാറുകൾ, അതുപോലെ തന്നെ അസൈൻമെന്റുകൾ, ആർട്ടിക്കിളുകൾ, ഇതെല്ലാം ഉപലക്ഷണം ചെയ്യുന്നു ശോധപ്രബന്ധം എന്ന ആ വാക്ക്. അപ്പോൾ അങ്ങനെയുള്ള രചനയിൽ മൂലഗ്രന്ഥങ്ങളുടെ അധ്യയനം എത്രത്തോളം അനിവാര്യമാണ്, അല്ലെങ്കിൽ മൂലഗ്രന്ഥങ്ങളുടെ അധ്യയനം കൊണ്ട് മേൽപ്പറഞ്ഞ തിസിസ്, ആർട്ടിക്കിൾ തുടങ്ങിയവയ്ക്ക് എന്തെങ്കിലും ഒരു മേന്മ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഈ ഒരു സെമിനാറിലൂടെ, ഈ ഒരു വിഷയത്തിലൂടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ മൂലഗ്രന്ഥം കൊണ്ട് പെട്ടെന്ന് നമ്മൾ വാച്യമായിട്ട് അർത്ഥം കിട്ടുന്നത്, ഇപ്പോൾ ഭഗവത്ഗീതയിലെ ഭക്തി എന്ന വിഷയം എടുക്കുകയാണെങ്കിൽ അവിടെ ഭഗവത്ഗീതയാണ് മൂലഗ്രന്ഥം. ഇപ്പൊ ബ്രഹ്മസൂത്രത്തിലെ ബ്രഹ്മത്തിന്റെ ജഗത് കാരണത്വം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബ്രഹ്മസൂത്രമാണ് അവിടെ മൂലഗ്രന്ഥം. അപ്പൊ നേരിട്ടുള്ള മൂലഗ്രന്ഥം അതാത് പഠിക്കുന്ന ഏത് വിഷയം ഏത് ഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കുന്നോ അതാണ് മൂലഗ്രന്ഥം എന്ന് പറയുക. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മൂലഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അദ്വൈത ദൃഷ്ട്യ അല്ലെങ്കിൽ ഒരു ഫിലോസഫി ദൃഷ്ട്യ നോക്കുകയാണെങ്കിൽ പ്രസ്ഥാനത്രയങ്ങളുടെ പഠനം, ശങ്കരന്റെ കൃതികളുടെ പഠനം, ഉത്തരഗ്രന്ഥങ്ങളുടെ പഠനം. അപ്പൊ ഇതെല്ലാം തന്നെ ഈ മൂലഗ്രന്ഥം എന്നതുകൊണ്ട് ഉപലക്ഷണമായിട്ട് ഇതിലെല്ലാം ലക്ഷണം ഉണ്ട് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളുടെ അധ്യയനം നമ്മളെ നമ്മുടെ പ്രവർത്തനത്തിലേക്ക്, ഗവേഷണം എന്ന പ്രവർത്തനത്തിലേക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട്, നിങ്ങളോട് സംവദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ബിന്ദുരൂപേണ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാണുന്നുണ്ടല്ലോ അല്ലെ? ആരെങ്കിലും ഒന്ന് പറയാം. കാണുന്നുണ്ടല്ലോ? കാണാമല്ലോ? കാണുന്നുണ്ട്. അപ്പോൾ ഗവേഷണം എന്ന് നമ്മൾ സ്ഥാപനത്തിൽ ചേരുമ്പോൾ ഒരു വിഷയം വേണം എന്നുള്ളതാണ് ആദ്യത്തെ നമുക്കൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു അവസരം വരുന്നത്. അപ്പോൾ ഗവേഷണത്തിന് ഒരു വിഷയം വേണം. അപ്പോൾ വിഷയം എങ്ങനെയുള്ളത് വേണം? പുതിയത് വേണം, അല്ലെങ്കിൽ ഇതുവരെ ആരും ചെയ്യാത്തത് വേണം, അല്ലെങ്കിൽ സമകാലികമായ എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ളത് വേണം എന്ന ഒരു ചിന്തയായിരിക്കാം ഭൂരിപക്ഷം പേർക്കും മനസ്സിൽ പോകുന്നത്. അപ്പോൾ പുതിയതായിരിക്കണം, വേറെ ആരും തൊടാത്തതായിരിക്കണം, സമകാലികമായിട്ട് ഉള്ളത് വേണം, സയൻസ് എന്തെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത് എന്നതായിരിക്കും. ഇതുണ്ടെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് പുരാതന വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്നത് അത് അത്ര വലിയ കാര്യമല്ല, അല്ലെങ്കിൽ അതൊരു മോശം കാര്യമാണ് എന്നത് വേണ്ട. പുരാതന ഗ്രന്ഥങ്ങളിലും ഇനിയും നമുക്ക് ഗവേഷണങ്ങൾ ചെയ്യുവാൻ സാധ്യത ഏറെയാണ്. അപ്പൊ എപ്പോഴും പുതിയത് വേണം, കണ്ടംപററി വേണം, സയൻസിന്റെ അംശം വേണം എന്നൊരു ധാരണ അനിവാര്യമല്ല. ഉണ്ടെങ്കിൽ നല്ലത് തന്നെ, അതിലൊരു അനിവാര്യതയായിട്ട് അതിനെ കാണേണ്ടതില്ല. അപ്പൊ പഴയ കാര്യങ്ങളെ ചിട്ടയോടെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളിൽ കൂടുതൽ പ്രകാശം പരത്തുന്ന രീതിയിലുള്ള നമ്മുടേതായ പ്രവൃത്തികൾ നടക്കുക, അല്ലെങ്കിൽ വ്യത്യസ്ത ദൃഷ്ടികോണുകളിലൂടെ ആ ഗ്രന്ഥങ്ങളെ, ആ വിഷയത്തെ സമീപിക്കുക, അത് പ്രകാശമാനമാക്കുക, മറ്റുള്ളവരിൽ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ വിഷയത്തിൽ ഉണ്ട്. അപ്പൊ നമ്മുടെ ഗവേഷണ പ്രബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാകാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത്രയുമേ ഉള്ളൂ എന്ന അർത്ഥത്തിലല്ല, ഏതാനും ചിലത് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാണുന്ന സ്ലൈഡിൽ കാണുന്ന രീതിയിലുള്ള വിഷയങ്ങളൊക്കെ വിഷയ മേഖലകളാണ്, വിഷയങ്ങളല്ല, ഇത് വിഷയത്തിന്റെ മേഖലകളാണ്. അപ്പൊ ഗ്രന്ഥാധിഷ്ഠിത പഠനം നമുക്ക് സാധ്യമാണ്. അപ്പൊ ഏതെങ്കിലും ഗ്രന്ഥം നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ആ ഗ്രന്ഥത്തിന്റെ സബ്ജക്റ്റ് മാറ്റർ, അതിലെ വിഷയം, ആ ഗ്രന്ഥം
നന്നായിട്ട് പഠിച്ച് അതിലെ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. മറ്റൊന്ന് വിഷയാധിഷ്ഠിത പഠനം. ഏതെങ്കിലും വിഷയം തിരഞ്ഞെടുത്തിട്ട്, ഇപ്പൊ നമ്മുടെ അദ്വൈത വേദാന്തം ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അദ്വൈതത്തിലെ ബ്രഹ്മം എന്ന തത്വം, ജഗത് കർത്തൃത്വം എന്ന തത്വം, വിവർത്തവാദം എന്ന തത്വം. അപ്പൊ ഈ രീതിയിൽ ഏതെങ്കിലും വിഷയങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട അനേകം ഗ്രന്ഥങ്ങളുടെ റെഫറൻസുകളോടെ, പഠനങ്ങളോടെ ആ വിഷയത്തെ കൂടുതൽ പ്രകാശമാനമാക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സാധ്യതകൾ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. മറ്റൊന്ന് വ്യക്തിയധിഷ്ഠിത പഠനം. ഏതെങ്കിലും ആചാര്യന്മാരെ കുറിച്ച്, അറിയപ്പെടാത്തതായിട്ടുള്ള ആചാര്യന്മാര്, വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവർ, അപ്പൊ അവര് ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ആചാര്യന്മാരുടെ അവരുടെ ജീവിതവും അവരുടെ ദർശനവും അവരുടെ സംഭാവനകളും ഒക്കെ പുറം ലോകത്തേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വ്യക്തി അധിഷ്ഠിത പഠനം ആകാം. മറ്റൊന്ന് താരതമ്യ പഠനം. ഇപ്പോൾ ആദ്യം പറഞ്ഞ മൂന്നിന്റെയും താരതമ്യ പഠനം ആകാം. രണ്ട് ഗ്രന്ഥങ്ങളുടെ സമാനമായ ഡിസിപ്ലിനിൽ, സമാനമായ ശാസ്ത്രത്തിന്റെ രണ്ട് ഗ്രന്ഥങ്ങളെ പഠിച്ചുകൊണ്ട് അതിന്റെ സാദൃശ്യങ്ങളും വൈദൃശ്യങ്ങളും ആകാം. വിഷയം, ഇപ്പൊ ജഗത്ത് എന്ന വിഷയം തന്നെ പല ദർശനങ്ങളിലുണ്ട്. മോക്ഷം എന്നത് എല്ലാ ദർശനങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒന്നിനെ പഠിച്ചുകൊണ്ട്, പല ശാസ്ത്രങ്ങളിലുള്ള ഒന്നിനെ പഠിച്ചുകൊണ്ട് അതിന്റെ സാദൃശ്യങ്ങളും വൈദൃശ്യങ്ങളും ആകാം. വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ താരതമ്യ പഠനം, നേരത്തെ പറഞ്ഞ 3 രീതിയിലുള്ളതിലും ഓരോ താരതമ്യ പഠനം വേറെ വേറെ ആയിട്ട് തന്നെ സാധ്യതയുണ്ട്. മറ്റൊന്ന് അന്തർവൈജ്ഞാനിക പഠനം. ഇപ്പൊ 2 ശാസ്ത്രങ്ങൾ, അതിലൊരു ശാസ്ത്രം മറ്റൊരു ശാസ്ത്രത്തെ എങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം എങ്ങനെ സഹായിക്കുന്നു, ഇപ്പൊ സാംഖ്യവും ആയുർവേദവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ രീതിയിൽ നമുക്ക് പഠിക്കാം. ഇപ്പോൾ സൊസൈറ്റി ആൻഡ് വേദാന്ത, ഈ രീതിയിൽ നമുക്ക് പഠിക്കാം. മറ്റൊന്ന് ബഹുവൈജ്ഞാനിക പഠനം. ഇപ്പോൾ 2-ൽ കൂടുതൽ വിജ്ഞാന ശാഖകൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശോധപ്രകാരങ്ങൾ, അതായത് പല രീതിയിലുള്ള ഗവേഷണ സാധ്യതകൾ ആണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ആയിരിക്കാം നമുക്ക് ഒരു വിഷയം നമ്മളിലേക്ക് വരിക. പക്ഷെ ഇതിൽ ഏത് തരത്തിലുള്ള പ്രബന്ധം, ഗവേഷണമാണെങ്കിലും ഗ്രന്ഥങ്ങളുടെ അധ്യയനം അനിവാര്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കണമെങ്കിലും, വിഷയത്തെക്കുറിച്ച് പഠിക്കണമെങ്കിലും, വ്യക്തിയെക്കുറിച്ച് പഠിക്കണമെങ്കിലും, താരതമ്യം ചെയ്യണമെങ്കിലും, വിജ്ഞാന ശാഖകളെ പരസ്പരം ബന്ധിപ്പിച്ച് പഠിക്കണമെങ്കിലും അതത് മേഖലകളിലെ ഗ്രന്ഥങ്ങളുടെ അധ്യയനം വളരെ അനിവാര്യമാണ്, പ്രധാനമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അധ്യയനത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രയോജനം എന്ത് എന്ന് നോക്കുകയാണെങ്കിൽ 2 രീതിയിൽ തിരിക്കാം. ഒന്ന് രീതിശാസ്ത്ര ദൃഷ്ട്യാ പ്രാധാന്യം എന്നുള്ളതാണ്. അതായത് മെത്തഡോളജി ഉണ്ടല്ലോ, നമുക്ക് ഒരു ഗവേഷണം ചെയ്യുമ്പോൾ അതിനൊരു മെത്തഡോളജി വേണം. അപ്പോൾ ആദ്യം ഒരു ഗവേഷണം തുടങ്ങുന്നത് തന്നെ റിസർച്ച് പ്രോബ്ലം പറഞ്ഞുകൊണ്ടാണ്. എന്താണ് പ്രോബ്ലം? ഒരു സമസ്യക്ക് പരിഹാരമായിട്ട് വേണമല്ലോ അതിൻ്റെ പ്രവൃത്തിയും പ്രയോജനവും ഒക്കെ വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലേ ആ റിസർച്ചിന് സാധ്യതയുള്ളൂ. മറ്റൊന്ന് റിലവൻസ് വേണം. നമ്മളൊരു വിഷയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രസക്തി ആവശ്യമാണ്, പ്രയോജനം ആവശ്യമാണ്. പിന്നെ അത് മെത്തഡോളജി എന്ന് പറയും. അത് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ എടുക്കേണ്ടത്, ഡാറ്റ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്, ഡാറ്റ എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്, ഡാറ്റ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ എല്ലാം ഒരു സൂക്ഷ്മമായ രൂപം ഈ മൂലഗ്രന്ഥങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മൂലഗ്രന്ഥങ്ങൾ പഠിക്കുന്നതോടെ ഈ രീതിയിലുള്ള ഒരു സാമർഥ്യം, ഈ രീതിയിലുള്ള ഒരു സംസ്കാരം ഈ പഠിക്കുന്നവരിൽ ഉണ്ടാകും, അത് നിശ്ചയമാണ്. അപ്പൊ മൂലഗ്രന്ഥങ്ങളുടെ അധ്യയനം ഈ ഗവേഷണത്തിന് വേണ്ട രീതിശാസ്ത്രത്തെ അറിയുവാനും പ്രയോഗിക്കുവാനും അത് പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രാധാന്യം. രണ്ടാമത്തേത് അറിയാവുന്നതാണ്, പ്രസക്തം തന്നെയാണ്, വിഷയാവബോധം. നമുക്ക് ഇപ്പോൾ ബ്രഹ്മസൂത്രത്തിലാണ് നമുക്ക് റിസർച്ച് ചെയ്യേണ്ടതെങ്കിൽ നിർബന്ധമായിട്ടും ബ്രഹ്മസൂത്രം പഠിക്കാതെ പറ്റില്ലല്ലോ. അപ്പൊ ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അവബോധം, എവിടെയാണ്, ഏത് വിഷയമാണ് ഇരിക്കുന്നത്, ഏത് പങ്ക്തിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ സെക്കൻഡറി സോഴ്സുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സംശയങ്ങൾ ഒരുപാട് ഉണ്ടാകും. അല്ലെങ്കിൽ ആ സെക്കൻഡറി സോഴ്സ് എഴുതിയത് വേറെ ഒരു ആളാകും, ആളുടെ ഒരു സബ്ജക്ടിവിറ്റി എന്ന് പറയും, നമ്മൾ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അതിൽ വന്നിരിക്കുക. അപ്പൊ നമ്മളും തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ മൂലഗ്രന്ഥങ്ങളുടെ അധ്യയനം ഇത്തരത്തിലുള്ള ദോഷങ്ങളെയും നിവാരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നിനും വീണ്ടും നമ്മൾ വേറെ വേറെ പോയിന്റ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ രീതിശാസ്ത്ര ദൃഷ്ട്യാ ഈ മൂലഗ്രന്ഥങ്ങളുടെ പ്രാധാന്യം എന്ത് എന്നാണ് ആദ്യം നോക്കുന്നത്.
അപ്പൊ അതിൽ ആദ്യം വരുന്നത് സന്ദേഹ പ്രയോജനവത്വമാണ്. നേരത്തെ പറഞ്ഞു ഗവേഷണ സമസ്യ, ഗവേഷണ റിസർച്ച് പ്രോബ്ലം ആണ് കാരണം, ഗവേഷണം എന്നതിന്റെ കാര്യമാണ്. അപ്പൊ കാര്യകാരണ ദൃഷ്ടിയാ നോക്കിക്കഴിഞ്ഞാൽ ഗവേഷണ സമസ്യയിൽ നിന്നുകൊണ്ടാണ്, സമസ്യയാണ് ഗവേഷണത്തിന് കാരണം ആകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മൂലഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സന്ദേഹ പ്രയോജനത്വം എന്ന് നമ്മൾ പറയും. ഒരു ശാസ്ത്രം ആരംഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു പഠനം ആരംഭിക്കണമെങ്കിൽ അവിടെ സന്ദേഹം വേണം, പ്രയോജനം വേണം. ഇപ്പോൾ ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യം എടുത്താൽ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാം, വേദാന്ത മീമാംസാ ശാസ്ത്രസ്യ വ്യാജിക്യാസിതസ്യ ഇതം ആദിമം സൂത്രം അഥാതു ബ്രഹ്മജിജ്ഞാസ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ 555 സൂത്രങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതി പോവുകയല്ല, ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പൊ ഒന്നാമത്തെ സൂത്രം ആകുവാനുള്ള യോഗ്യത, എന്തുകൊണ്ട് ഇത് ഒന്നാമത്തെ സൂത്രമാകുന്നു? അപ്പൊ ആദിമം സൂത്രം എന്ന് ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യത്തില് ശങ്കരാചാര്യർ പറഞ്ഞുപോയി. ഒരു പടക്കത്തിന് മരുന്നിട്ടിട്ടാണ് പോയത്. ഈ പടക്കം പൊട്ടിക്കുന്നത് ഭാമതീകാരനാണ്. അപ്പോ ശങ്കരഭാഷ്യവും ഭാമതിയും പഠിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇതിലുള്ള ഒരു സാങ്കേതികത്വം അല്ലെങ്കിൽ ഒരു രീതിശാസ്ത്രപരമായ കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ബ്രഹ്മസൂത്രകാരൻ പറഞ്ഞു ഇത് ആദിമം സൂത്രമാണ്, ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന മീമാംസാ ശാസ്ത്രത്തിന്റെ ആദ്യത്തെ സൂത്രമാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാമതികാരനാണ് അത് എന്താണ് ഈ ആദിമം സൂത്രം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറയാം, എനിക്ക് എന്താണ് അതിന്റെ പ്രസക്തി? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഭാമതിയിൽ പറയുന്നു, തഥാച ശാസ്ത്രേ പ്രേക്ഷാവത് പ്രവൃത്തി ഹേതു സംശയ പ്രയോജന സൂചനാത് യുക്തമസ്യ സൂത്രസ്യ ശാസ്ത്രാദിത്വം. അപ്പോൾ ഈ ശാസ്ത്രത്തിലേക്ക് താല്പര്യപ്പെട്ട ആൾക്കാർ വരണമല്ലോ, വരണമെങ്കിൽ അവർക്ക് ഒരു ഹേതു വേണം, ഇതിലേക്ക് വരുവാനുള്ള ഒരു ഹേതു വേണം. അപ്പൊ സംശയം വേണം എന്നർത്ഥം. അപ്പൊ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ അതിലേക്ക് പ്രവൃത്തിയിലേക്ക് കടക്കുകയുള്ളൂ. സംശയമില്ലെങ്കിൽ നിശ്ചയമാണല്ലോ, പിന്നെ അതിലേക്ക് പ്രവൃത്തിയില്ല. അപ്പൊ നമ്മുടെ ഗവേഷണത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ആകാംക്ഷ ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതിൽ എന്താണ് പറയാൻ പോകുന്നത്, ഇന്ന കാര്യങ്ങളായിരിക്കും, എന്നാൽ അതൊരു ശ്രദ്ധ വേണമല്ലോ എന്ന രീതിയിൽ ഒരു ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലുള്ള വിഷയവും ആ വിഷയത്തിനൊത്ത ഒരു നാമധേയവും പ്രബന്ധത്തിന് അത്യാവശ്യം ആണ്. അതുപോലെയാണ് പ്രയോജനം. നമ്മൾ റിസർച്ച് ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് നമ്മൾ ചോദിക്കും. ഇപ്പൊ ഡോക്ടർ കമ്മിറ്റിക്കൊക്കെ പോകുമ്പോൾ പറയും, ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും, എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് നിങ്ങൾ നിഗമനമായിട്ട് കരുതുന്നത് എന്ന് ചോദിക്കും. ഇതിനെയാണ് നമ്മൾ ശാസ്ത്രത്തിൽ പ്രയോജനവത്വം എന്ന് പറയുന്നത്. അപ്പോൾ സന്ദേഹവും പ്രയോജനവും ഉണ്ടെങ്കിൽ മാത്രമേ പ്രവൃത്തി നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ഇല്ലെങ്കിൽ പ്രവൃത്തി ഇല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം അതുപോലെ തന്നെ അതിന്റെ നാമധേയം വളരെ മികച്ചതായിരിക്കണം, ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം, മികച്ചതായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രത്യേകത നമ്മുടെ പ്രബന്ധത്തിന് വേണ്ടത് അജ്ഞാത ജ്ഞാപകത്വം, സപ്രയോജനത്വം. അപ്പോൾ അജ്ഞാത ജ്ഞാപകം ആയിരിക്കണം. ഇതാണ് നമ്മൾ നേരത്തെ മൗലികം വേണം, പുതിയത് വേണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വശമാണിത്. അജ്ഞാത ജ്ഞാപകം, പറഞ്ഞ കാര്യങ്ങളെ തന്നെ പറയുന്നത് ആകരുത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പൊ ശങ്കരാചാര്യ തന്നെ ഇത് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സിദ്ധാന്ത ബിന്ദു പഠിക്കുമ്പോൾ അറിയാം, തസ്മാത് അജ്ഞാതജ്ഞാപകത്വ സപ്രയോജനത്വാച്ച ആത്മതത്വ പ്രതിപാദനം ന വ്യർത്ഥം. ഇത് നമ്മുടെ മറുപടിയാണ്. ഇതിനൊരു ചോദ്യം സിദ്ധാന്ത ബിന്ദുവിലുണ്ട്. അതായത് ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിഞ്ഞ് മോക്ഷത്തിലേക്ക് ഈ ആവശ്യക്കാരെ, ഈ ശാസ്ത്രം ആവശ്യമായിട്ട് വരുന്നവരെ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ശങ്കരാചാര്യർ ദശശ്ലോകി രചിച്ചത്. അപ്പൊ ദശശ്ലോകിയുടെ വ്യാഖ്യാനമാണ് സിദ്ധാന്ത ബിന്ദു. ദശശ്ലോകി രചിച്ചിരിക്കുന്നത് ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ച് മനസ്സിലാക്കി മോക്ഷത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ശങ്കരാചാര്യ ഉദ്ദേശിക്കുന്നതെന്ന് പറയും. അപ്പോ അതിന് പൂർവപക്ഷമായിട്ട് പറയാണ്, ആത്മാവ് എന്താണെന്ന് ആൾക്കാർക്ക് അറിയാമല്ലോ, അനാത്മാവ് എന്താണെന്ന് അറിയാമല്ലോ, പിന്നെ അറിയാമല്ലോ, ഒന്നും ചെയ്യാനില്ലല്ലോ, പിന്നെ എന്തിനാ ദശശ്ലോകി എഴുതിയത് എന്ന് പറയും. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുകയാണ്, അങ്ങനെയല്ല, ആത്മാവിനെ അനാത്മാവിനെയൊക്കെ അറിയാം, പക്ഷേ ചിദ്ഭാസ്യത്വേന എന്നൊരു പദം ഇവിടെ ഉപയോഗിക്കും. ചിദ്ഭാസ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ സാമർഥ്യമുള്ള വസ്തുക്കൾ. അതായത് ഇപ്പോ മേശ അനാത്മാവാണെന്ന് നമുക്കറിയാം, കുപ്പി അനാത്മാവാണെന്ന് അറിയാം, ആത്മാവ് ഞാൻ എന്ന് പറയുന്നത് എന്തോ അതാണ് ആത്മാവെന്ന് അറിയാം. അപ്പൊ വേർതിരിച്ചറിയാം. പക്ഷേ
ഈ ഞാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അന്ധക്കരണത്തോടൊപ്പമുള്ളതിനെയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്ധകരണമാണ് എന്റെ ചിദ്ഭാഷ്യത്വം എന്ന് പറയുന്നത്. ചിത്തിനെ പോലെ തോന്നിപ്പിക്കുവാൻ, ചൈതന്യത്തെ പോലെ തോന്നിപ്പിക്കുവാൻ സാമർഥ്യമുള്ള വസ്തുവാണ് അന്ധകരണം തുടങ്ങിയവ. അപ്പൊ അവിടെ ആത്മബുദ്ധി ഉണ്ടാകാം, അപ്പൊ അവിടെ വിവേകം വരുന്നില്ല. അപ്പൊ ആ വിവേകം വരുത്തുവാനാണ് ദശശ്ലോകി രചിച്ചിരിക്കുന്നത്. അപ്പൊ ഉള്ള കാര്യം തന്നെയാണ്, പുതിയൊരു കാര്യമല്ല, എന്നാൽ അറിയപ്പെടാതിരുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് ശങ്കരാചാര്യ ദശശ്ലോകിയിൽ പറയുന്നത്. അപ്പൊ അതിനെയാണ് അജ്ഞാത ജ്ഞാപകത്വം. അല്ല തികച്ചും ഒരു പുതിയ വിഷയം വേണം റിസർച്ചിന് എന്നൊരു ശാഠ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനുശേഷം വീണ്ടും സിദ്ധാന്ത ബിന്ദു മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് സിദ്ധാന്ത ബിന്ദു തുടങ്ങിയത് എന്നൊരു സംശയം വരുന്നത്. അവിടെ സംശയം വരാൻ കാരണം ഈ ശ്രുതികള് തന്നെ ബ്രഹ്മജ്ഞാനത്തിന് പര്യാപ്തങ്ങളാണ്. ശ്രുതികൾ കൊണ്ട് തന്നെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും എന്നാണ് അവിടെ തത്വമസിയൊക്കെ പറഞ്ഞ അവിടെ ഓരോ ശ്രുതികൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ശ്രുതികൾ കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയോജനമായ ബ്രഹ്മജ്ഞാനം, മോക്ഷം ലഭ്യമാണെന്നിരിക്കെ എന്തിനാണ് പിന്നെ ഒരു വിചാരഹ, വീണ്ടും ഒരു ഗ്രന്ഥത്തിന്റെ രചന എന്തിനാണ് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ പറയുന്ന വാക്യമാണ് സംശയ ബീജഭൂതവാദി വിപ്രതിപത്തി നിരാസാർത്ഥം വിചാരഹ ആരഭ്യതേ. അപ്പോ സംഭവം ശരിയാണ്, ശ്രുതികൾ കൊണ്ട് തന്നെ ബ്രഹ്മജ്ഞാനം ലഭ്യമാണ്. പക്ഷേ അവിടെ ഒരു തടസ്സമുണ്ടെങ്കിൽ അത് ആ പ്രക്രിയ നടക്കുകയില്ല. അപ്പൊ എന്താണ് തടസ്സം? സംശയ ബീജഭൂത വാദി വിപ്രതിപത്തി, സംശയത്തിന് കാരണമായ വാദി വിപ്രതിപത്തികൾ, ഭിന്ന അഭിപ്രായങ്ങൾ. അപ്പൊ ആത്മാവിനെയാണ് അവിടെ തിരിയുന്നത്. ആത്മാവിനെ സംബന്ധിച്ച വിഭിന്ന അഭിപ്രായങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പൊ സംശയമാകുന്നു, ഇതാണോ ആത്മാവ് അതാണോ ആത്മാവെന്ന് സംശയമാകുന്നു. അപ്പൊ ആ സംശയത്തെ അശേഷമില്ലാതെയാക്കുവാനാണ് വിചാരഹ, ഈ സിദ്ധാന്ത ബിന്ദു എന്ന പുതിയ ഒരു പ്രവൃത്തി അവിടെ ആരംഭിക്കുന്നത്. അപ്പൊ ഈ കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ശങ്കരാചാര്യൻ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, മധുസൂദന സരസ്വതിയും പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതെല്ലാം ഇന്നും വിശേഷപ്പെട്ട കൃതികളായിട്ടാണ് നമ്മൾ അംഗീകരിച്ചും നമ്മൾ ശിരസിൽ ധരിച്ചും വരുന്നത്. അപ്പൊ തികച്ചും പുതിയത് വേണം ഒരു റിസർച്ച് എന്നതിൽ ഒരു ശാഠ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ സാങ്കേതിക കൗമുദിൽ പറയുന്നു, ഇഹകലു പ്രതിപിക്ഷിതമർത്ഥം പ്രതിപാദയൻ പ്രതിപാദയിത അവധേയവചനോ ഭവതി പ്രേക്ഷാവതാം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഇഹകലു, ഈ ലോകത്തില് പ്രതിപിക്ഷിതമർത്ഥം, പ്രതിപിക്ഷിതം എന്ന് പറഞ്ഞാൽ പ്രാപ്തും ഈപ്സിതം, നമ്മൾ നേടുവാൻ ആഗ്രഹിക്കുന്ന അർത്ഥം വിഷയത്തെ പ്രതിപാദിക്കുമ്പോഴാണ് പ്രതിപാദയിത, ഈ വിഷയത്തെ പ്രതിപാദിക്കുന്നവൻ അവധേയവചന എന്ന് പറഞ്ഞാൽ ശ്രദ്ധാവചന, ശ്രദ്ധയെ ആകർഷിക്കുവാൻ പോകുന്നവൻ എന്നർത്ഥം. അപ്പോൾ എന്തെങ്കിലും ലോകത്തിന് പ്രയോജനമുള്ള ഒരു കാര്യത്തെ പറയുമ്പോഴാണ് ലോകം ആ വിഷയത്തെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു പ്രബന്ധത്തിനോ ഏതൊരു പ്രവൃത്തിക്കും പ്രയോജനം വേണം, ഗവേഷണത്തിനൊരു പ്രയോജനം വേണം എന്ന ഒരു സന്ദേശമാണ്, എന്നൊരു ബോധമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വാക്യങ്ങളിലൂടെ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, നമ്മളെല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും. അപ്പൊ ഒരു ശാസ്ത്രം ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു അധ്യയനം ആരംഭിക്കുന്നതിനോ ആവശ്യം വേണ്ട ഘടകങ്ങളെയാണ് അനുബന്ധ ചതുഷ്ടയം എന്ന് പറയുന്നത്. 4 എണ്ണമാണ് അറിയാം: അധികാരി, വിഷയ, സംബന്ധ, പ്രയോജനാനി. ഇവയില് ഈ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ പോലും ആ അധ്യയനം അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിസർച്ചിലൊക്കെ പറയുമ്പോഴത്തേക്കും റിസർച്ച് ടാർഗറ്റ് ഗ്രൂപ്പ് എന്താണ് എന്ന് ചോദിക്കും. നിങ്ങളുടെ റിസർച്ച് ഏരിയ എന്താണ്, റിസർച്ച് ചെയ്യുന്ന വിഷയവും നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തഡോളജിയും ആ പ്രസന്റേഷനും തമ്മിലുള്ള നിങ്ങൾ എടുത്ത പുസ്തകങ്ങളുടെ സംബന്ധം എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട്, ഇതെല്ലാം തന്നെ റിസർച്ചുമായി നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പൊ അതിന്റെ എല്ലാം ഉത്തരം ഈ പറഞ്ഞ 4 ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 4 ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ പോലും ശാസ്ത്രം തുടങ്ങുവാൻ സാധിക്കില്ല. നമുക്ക് ദശപ്രകരണത്തിൽ നമുക്കത് കാണാം. മായാവാദ ഖണ്ഡനം എന്നതുണ്ട്. അപ്പൊ അതിൽ അദ്വൈതത്തെ ഖണ്ഡിക്കുകയാണ് ദ്വൈതത്തിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ പറയുന്നുണ്ട് വിമതം അനാരംഭണീയം അന്യഥാ പ്രതിപാദകത്വാത് എന്ന് പറയുന്നു. ഇവിടെ വിമതം എന്ന് ഉദ്ദേശിക്കുന്ന അദ്വൈത മതത്തെയാണ്. അനാരംഭണീയം, തുടങ്ങേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അന്യഥാ പ്രതിപാദകത്വം എന്ന് പറഞ്ഞാൽ അയഥാർത്ഥ പ്രതിപാദകത്വം, തെറ്റായ കാര്യത്തെയാണ് അദ്വൈതം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളെ പറഞ്ഞു തരുന്ന ദർശനങ്ങള്, ശാസ്ത്രങ്ങള് തുടങ്ങാറില്ല. അതുകൊണ്ട് അദ്വൈതവും തുടങ്ങേണ്ട എന്ന് പറഞ്ഞു. അത് അങ്ങനെ നിരാകരിച്ച ശേഷം വീണ്ടും മറ്റൊരു രീതിയിൽ നിരാകരിക്കുകയാണ്. വിഷയപ്രയോജനാതിരഹിതത്വം അയഥാർത്ഥ പ്രതിപാദകത്വം. അതായത് വിഷയവും പ്രയോജനവും ഒന്നും ഈ ശാസ്ത്രത്തിലില്ല, അതുകൊണ്ട് ഈ ശാസ്ത്രം ആരംഭിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്ന പങ്ക്തികളാണ്: അജ്ഞാനാസംഭവാദേവ തന്മതമഖിലം അപാകൃതം. അജ്ഞാനം എന്ന വിഷയമില്ല,
അപ്പൊ അജ്ഞാനമാകുന്ന, അതായത് അജ്ഞാനം എന്നതുകൊണ്ടാണല്ലോ ബന്ധനമുള്ളത്, ബന്ധനം ഉള്ളത് കൊണ്ടാണല്ലോ മോക്ഷം വേണം എന്ന് പറയുന്നത്. അപ്പൊ അജ്ഞാനമില്ലെങ്കിൽ ഇതൊന്നുമില്ല, ഈ പരമ്പരകളൊന്നുമില്ല, ബന്ധനമില്ല, സുഖമില്ല, ദുഃഖമില്ല, പ്രവൃത്തിയില്ല, കർമ്മമില്ല, മോക്ഷമില്ല, ഒന്നുമില്ല. അപ്പോൾ ശാസ്ത്രം വേണ്ടല്ലോ ഇതിനൊന്നും. അപ്പൊ അജ്ഞാനമില്ലെങ്കിൽ അസംഭവമാണ്. അതുകൊണ്ട് തന്മതം അദ്വൈതമതം അഖിലം അപാകൃതം, മുഴുവനും നിരാകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദ്വൈതികൾ പറയുന്നു. അപ്പൊ വിഷയത്തെയാണ് അവിടെ നിരാകരിക്കുന്നത്. അപ്പൊ വിഷയമില്ലാത്തത് കൊണ്ട് ശാസ്ത്രമില്ല. അതുപോലെ തന്നെ വിഷയപ്രയോജനാഭാവാദേവ അധികാരി, പിന്നീട് വിഷയമില്ല, പ്രയോജനമില്ല, അതുകൊണ്ട് അധികാരിയുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അനുബന്ധ ചതുഷ്ടയങ്ങൾ, ഒരു കാര്യം, ഒരു പ്രവൃത്തി തുടങ്ങുവാൻ വേണ്ട, ആവശ്യം വേണ്ട ഘടകങ്ങൾ ഇല്ല എങ്കിൽ അപ്പോൾ അതിന്റെ പ്രവൃത്തി നടക്കുകയില്ല എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിശ്ചയമില്ല എങ്കിൽ ഗവേഷണം മുന്നോട്ട് പോകില്ല, അനുചിതമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. മറ്റൊരു പ്രത്യേകത നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമ്മൾ ന്യായശാസ്ത്രത്തിൽ നിന്നും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വിജ്ഞാനമാണ്. അറിയാവുന്ന കാര്യമായിരിക്കാം. ഉദ്ദേശ, ലക്ഷണം, പരീക്ഷ. അപ്പോൾ നൈയായികര് പദാർത്ഥങ്ങളുടെ വിജ്ഞാനമാണ് നിശ്രേയസിന് കാരണം. ഇപ്പോൾ 16 പദാർത്ഥങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഓരോ പദാർത്ഥത്തെയും വിവേകത്തോടെ അറിഞ്ഞ് ആ അറിവാണ് അപവർഗത്തിന്, മോക്ഷത്തിന് കാരണമെന്ന് അവർ പറയുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഈ പദാർത്ഥങ്ങളെ അറിയുന്നതിന് ഒരു പദ്ധതി അവർ തയ്യാറാക്കിയിരിക്കുന്നു. ആ പദ്ധതിയാണ് ഈ ഉദ്ദേശ, ലക്ഷണം, പരീക്ഷ. ഉദ്ദേശം എന്ന് പറയുന്ന നാമമാത്രേണ വസ്തു സങ്കീർത്തനം. ഏത് വസ്തുവിനെ കുറിച്ചാണോ പഠിക്കാൻ പോകുന്നത് ആ വസ്തുവിന്റെ പേര് ആദ്യമേ അങ്ങോട്ട് പറയുക എന്നുള്ളതാണ്. അതിനുശേഷം അതിന്റെ ലക്ഷണം ഡെഫിനിഷൻ എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ ഓരോ സബ് ഹെഡിങ് എഴുതുമ്പോഴും അല്ലെങ്കിൽ ടോപ്പിക് എഴുതുമ്പോഴും അതിന്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഭക്തി ഇൻ ശങ്കരാസ് ഫിലോസഫി എന്നൊരു വിഷയം എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം നിർബന്ധമായിട്ടും, ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യണം എന്നല്ല, നമ്മൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കേണ്ടത് ഭക്തി എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യണം, ശങ്കരന്റെ ഫിലോസഫി എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യണം. ഇപ്പൊ നേച്ചർ റിഫ്ലക്റ്റഡ് ഇൻ ഉപനിഷത്ത് എന്നെടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നേച്ചർ കൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് ഉപനിഷത്ത്, വാല്യൂസ് ഇൻ വേദാന്ത എന്ന് പഠിക്കുന്നു. അപ്പൊ വാല്യൂസ് എന്താണ്, ആ വാല്യൂസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ലക്ഷണം ചെയ്തു പോകുകയാണെങ്കിൽ നമ്മളെ ഒരു സെമിനാർ അവതരിപ്പിക്കുമ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ തിസിസ് ചെയ്ത ശേഷം അതിന്റെ വിമർശനങ്ങളും കാര്യങ്ങളും വരുമ്പോഴും നമുക്ക് മറുപടി കൊടുക്കുന്നതിൽ വളരെയധികം ഒരു വ്യക്തത, ഒരു ആത്മവിശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷണം, അപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ വരും അതിന്റെ ഏരിയ എത്രത്തോളമാണെന്ന് വരും, അതിന്റെ സ്കോപ്പ് എത്രത്തോളമാണെന്ന് അറിയും, അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് അറിയും. അപ്പൊ അത്തരത്തിലുള്ള വളരെ ഒരു ദൃഢത, പറയുന്ന കാര്യങ്ങളും എഴുതുന്ന കാര്യങ്ങളും പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒരു ദൃഢത ലഭിക്കണമെങ്കിൽ ഈ ലക്ഷണം എന്ന ഒരു സംവിധാനം അത് നമ്മളെ വളരെയധികം സഹായിക്കും. പരീക്ഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് പ്രമാണങ്ങളെ കൊണ്ട് ശരിയാക്കിയാണ്. അപ്പോൾ ഭക്തി പറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ഭക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിയുടെ ലക്ഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭക്തിയുടെ ലക്ഷണം ഈ കൃതികളിൽ എവിടെയൊക്കെ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ പെടുത്താവുന്ന ഭാഗങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ പറയുകയാണ്, കണ്ടോ ഇത്രയും ഭാഗങ്ങളിൽ ഇദ്ദേഹം ശങ്കരാചാര്യ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, അപ്പൊ ഇത്തരത്തിലാണ് ഭക്തിയെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ലക്ഷിതസ്യ ലക്ഷണം ഉപപദ്ധ്യതേന വേദി വിചാരഃ, ലക്ഷണം ചെയ്തു വെച്ച ആ വസ്തു, ആ വിഷയത്തിലേക്ക് പ്രമാണങ്ങളെ കൊണ്ട് ഇത് ശരിയാണോ എന്നുള്ള ഒരു അഭ്യാസം ആണ് പരീക്ഷ എന്ന് പറയുന്നത്. ഇത് തർക്കഭാഷയിൽ പറയുന്നതാണ്. അല്ലാതെയും നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്, ലക്ഷണ പ്രമാണാഭ്യാം ഹി വസ്തുസിദ്ധി എന്ന് കേട്ടിട്ടുണ്ട്. വസ്തു സിദ്ധമാകണമെങ്കിൽ അതിന് ലക്ഷണം പറയണം, പ്രമാണം പറയണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ റെഫറൻസ് എന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ പറഞ്ഞുകൊണ്ട് അതിനെ സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളെയാണ് ഈ ലക്ഷണം, പ്രമാണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാംഖ്യകാരികയിൽ പറയുന്നു പ്രമേയസിദ്ധി പ്രമാണാധി, പ്രമേയത്തിന്റെ സിദ്ധി ഉണ്ടാകണമെങ്കിൽ അത് പ്രമാണം കൊണ്ടേ എന്നാ പറയുന്നത്. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ്. അപ്പൊ നമ്മൾ ഓരോന്നും ഈ ഗവേഷണം ചെയ്യുമ്പോൾ മെയിൻ വിഷയവും അതിന്റെ ഉപവിഷയങ്ങളും സബ് ഹെഡിങ്ങുകളും എന്ത് എഴുതിയാലും അത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുവാൻ പാകത്തിന് അതിന്റെ ലക്ഷണം എന്താണ്, എവിടെയാണ് ഇതിരിക്കുന്നത്, ഗ്രന്ഥത്തിന്റെ ഏത് ഭാഗത്തായിരിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാൻ, മനസ്സിലാക്കുവാനും അതുപോലെ പറഞ്ഞു കൊടുക്കുവാൻ പാകത്തിന് സജ്ജരായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത, ഇത് ശങ്കരാചാര്യരുടെ പേറ്റന്റ് ആണ്, വേറെ ആർക്കും ഇതിന്റെ പേറ്റന്റ് ഇല്ല എന്നുള്ളതാണ്. ശ്രുതി യുക്തി അനുഭവം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. ഇതാണ് കാര്യങ്ങൾ സമർത്ഥിക്കുന്നതിനുള്ളൊരു രീതിയാണ് അദ്ദേഹത്തിന്. നമ്മുടെ എല്ലാവരുടെയും വേദാന്തികളുടെ എല്ലാം പരമപ്രമാണം ശ്രുതിയാണ്, ആഗമമാണ്. അപ്പൊ ആഗമത്തിന്റെ ആ വാക്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഓരോ
വിഷയങ്ങളെയും ശങ്കരാചാര്യർ സമർത്ഥിക്കുന്നത്. അപ്പൊ എല്ലാവരും ആഗമത്തെ വിശ്വസിക്കുന്നവർ അല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യും അദ്ദേഹം? യുക്തി പറയും. അപ്പൊ യുക്തി പറയുമ്പോൾ അങ്ങനെയുള്ള കുറെ പേരുടെ അവർക്കൊരു സമാധാനമായി. ഇനി അങ്ങനെ സമാധാനമാകാത്തവർക്ക് അനുഭവം പറയും. അപ്പൊ അനുഭവത്തെ നിഷേധിക്കുവാൻ ആർക്കും പറ്റുകയില്ല എന്നുള്ളത്. അപ്പൊ ശ്രുതി, യുക്തി, അനുഭവം, ഈ ഒരു മെത്തഡോളജിയാണ്, ഈ ഒരു പ്രസന്റേഷനാണ്, വേ ഓഫ് പ്രസന്റേഷനാണ് ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ ഉടനീളം കാണുന്നത്. അപ്പൊ ഇന്നലെ ISS നിങ്ങൾക്കറിയാം, അവിടുത്തെ ഇന്റർനാഷണൽ സെന്റർ, ശങ്കരാചാര്യരുടെ സെന്റർ ഇന്നലെ ഉണ്ടായിരുന്നു. അധ്യാസ ഭാഷ്യമാണ് സതീഷ് സാറ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, ആദ്യത്തെ അധ്യാസത്തിന്റെ ഒരു സംശയം വന്നിരിക്കുന്നത് യുക്തിയാണ്. യുക്തി കൊണ്ട് ആണ് സംശയം. അതിന്റെ മറുപടി ആണെങ്കിൽ ശങ്കരാചാര്യർ കൊടുക്കുന്നത് അനുഭവം കൊണ്ടാണ്. അപ്പോ ചോദ്യം ഇങ്ങനെയായിരുന്നു, തമപ്രകാശവത്, ഇരുട്ടും വെളിച്ചം എന്ന പോലെ വിരുദ്ധങ്ങളായ ആത്മാവും അനാത്മാവും ഒന്നാണെന്ന് തോന്നുക സാധ്യമല്ലല്ലോ. അപ്പൊ യുക്തിക്ക് നിരക്കാത്തതാണത്. രണ്ടും വിപരീതമായിട്ടുള്ള രണ്ട് ഘടകങ്ങളെ ഒന്നായിട്ട് തോന്നുക എന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. അപ്പൊ തിരിച്ചു മറുപടി പറയുന്നത് അനുഭവം അങ്ങനെയാണല്ലോ, നൈസർഗികോയം ലോകവ്യവഹാര എന്ന് പറഞ്ഞിട്ട് അനുഭവം അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ ആ പൂർവപക്ഷത്തെ എതിർക്കുകയാണ്. അപ്പൊ ശ്രുതി, യുക്തി, അനുഭവം എന്ന ഒരു മെത്തഡോളജി, ഒരു രീതിശാസ്ത്രമാണ് ശങ്കരാചാര്യർ ഈ ഭാഷ്യങ്ങളിലും മറ്റും ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയും കാലമായിട്ടും ഇതിൽ ഏതെങ്കിലും ഭാഗം തെറ്റാണെന്നോ എന്ന് സമർത്ഥിക്കുവാൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ചില ഉദാഹരണങ്ങൾ മാത്രം പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധമായ ചില ഉദാഹരണങ്ങളാണ്. യഥാ രാജാസോ ഗച്ഛതി ഇത്യുക്തേ സപരിവാരസ്യ രാജ്ഞോ ഗമനമുക്തം ഭവതി തദ്വത് ശ്രുത്യനുഗമാത് ച. അപ്പോൾ ഇത് പറയുന്നത് ബ്രഹ്മജിജ്ഞാസ എന്ന ആ ഒരു പദം പറയുമ്പോൾ അവിടെ ശേഷഷ്ടിയാണോ കർമ്മണി ഷഷ്ടിയാണോ എന്നൊക്കെ ഒരു ചർച്ചയുണ്ട്. ബ്രഹ്മണ ജിജ്ഞാസ എന്നുള്ളത് അവിടെയുള്ള ഷഷ്ടി ശേഷഷ്ടിയാണോ കർമ്മണി ഷഷ്ടിയാണോ? അപ്പോൾ കർമ്മഷഷ്ടിയാണോ എന്നാണ് സിദ്ധാന്തം. അപ്പൊ അവിടെ ചോദ്യം വരുന്നു, ശേഷഷ്ടിയല്ലേ നല്ലത്? അങ്ങനെ ആകുമ്പോൾ എല്ലാ വിചാരങ്ങളും അവിടെ വരുമല്ലോ. കർമ്മം എന്ന് പറയുമ്പോൾ ഒന്നല്ലേ, ഒരു കർമ്മമല്ലേ, അതല്ലേ വരുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഉത്തരം കൊടുക്കുന്നത് ഈ പറഞ്ഞ ദൃഷ്ടാന്തം ഒരു യുക്തിയോ അനുഭവമോ വെച്ചുകൊണ്ടാണ്. അപ്പൊ രാജാവ് പോകുന്നു എന്ന് പറയുമ്പോൾ രാജാവ് ഒറ്റയ്ക്ക് പോകില്ലല്ലോ. രാജാവിന്റെ കൂടെ ആരൊക്കെ നിർബന്ധമായിട്ട് പോകേണ്ടതുണ്ടോ? ആ പരിവാരങ്ങൾ നിർബന്ധമായിട്ടും പോകേണ്ടവരാണ്. അത് പോകും. അത് പറയാതെ തന്നെ കിട്ടുന്ന അർത്ഥമാണ്. അതുകൊണ്ട് കർമ്മണി ഷഷ്ടി സ്വീകരിച്ചു കഴിഞ്ഞാലും അശേഷ വിചാരം, യാതൊന്നിൻ്റെയൊക്കെ വിചാരമില്ലാതെ ഈ ബ്രഹ്മവിചാരം നടക്കില്ലയോ, അതിന്റെ എല്ലാം വിചാരം നടക്കും എന്ന് യുക്തി കൊണ്ട് പറഞ്ഞിട്ട് അദ്ദേഹം ശ്രുതി അനുഗമാനിച്ച്, ശ്രുതിയും അങ്ങനെയാണ് പറയുന്നത്. യഥോ വായുമാനി ഭൂതാനി ജായത്തെ, അവിടെ കർമ്മമായിട്ടാണ് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു. മറ്റൊരു സ്ഥലത്ത് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സർവസ്യ ആത്മത്വാത് ബ്രഹ്മാസ്തിത്വ പ്രസിദ്ധി എന്ന് പറയുന്നുണ്ട്. എല്ലാവരുടെയും ആത്മാവ് എന്ന രീതിയിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, ബ്രഹ്മം പ്രസിദ്ധമാണ്. അപ്പൊ അനുഭവം കൊണ്ടാണ് അവിടെ പറയുന്നത്. സർവോഹി ആത്മാസ്തിത്വം പ്രത്യേതി നാഹമസ്മീതി, എല്ലാവരും ആത്മാവ് ഉണ്ടെന്നാണ്, ഞാൻ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്, ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവ് എന്നതുണ്ട്, പക്ഷെ എന്താണ് ആത്മാവെന്ന് അറിയില്ല. അപ്പൊ ആ അറിവില്ലായ്മ, എന്താണ് ആത്മാവെന്ന് ശരിയായ അറിവില്ലായ്മയെ മനസ്സിലാക്കി തരുവാനാണ് വേദാന്ത ശാസ്ത്രം തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ സൂത്രത്തിൽ വീണ്ടും ജന്മനശ്ച ആദിത്വം ശ്രുതി നിർദ്ദേശാപേക്ഷം വസ്തുവൃത്താപേക്ഷം ച എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജന്മാദ്യസ്യതഃ എന്ന് പറയുന്ന സ്ഥലത്ത് ജന്മാദി എന്ന് പറഞ്ഞു. അപ്പൊ ജന്മാദി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജന്മസ്ഥിതി ഭംഗാഹ എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് അവിടെ ജന്മം ആദ്യമായിട്ട് വന്നു? ആദ്യം ജന്മം വന്നു, പിന്നെ സ്ഥിതി, പിന്നെ ലയം, അങ്ങനെയാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ വന്നു? തിരിച്ചായിക്കൂടെ എന്ന രീതിയിൽ സംശയമാകാം. അപ്പൊ അതിനുള്ള മറുപടി അദ്ദേഹം പറയാണ്, ശ്രുതി നിർദ്ദേശാപേക്ഷം. ശ്രുതി അങ്ങനെയാണ്, ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതോ വായ്മാനി ഭൂതാനി ജായന്തേ ജന്മമാണ് പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ച് സൂത്രം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതി മാത്രം അല്ല, വസ്തുവൃത്താപേക്ഷം. അപ്പൊ ഒരു വസ്തുവിന്റെ വൃത്തവും, ഒരു വസ്തു ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായാൽ അതിന്റെ വൃത്തം, അതിന്റെ ഒരു നിലനിൽപ്പും അങ്ങനെയാണ്. ആദ്യം വസ്തു ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതെയാകുന്നു. അപ്പൊ അവിടെ യുക്തിയും അനുഭവവും ഒക്കെ അവിടെ അദ്ദേഹം കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ രീതിയിൽ പ്രസന്റേഷൻ, എങ്ങനെ ഒരു കാര്യത്തെ പറഞ്ഞ് മറ്റുള്ളവരെയും കൂടി, നമ്മുടെ എതിരാളിയെയും കൂടി എങ്ങനെ ഇത് സമ്മതിപ്പിച്ചു കൊണ്ടുപോകാം എന്നൊരു വളരെ ഒരു രസകരവും അതുപോലെ തന്നെ അത്ഭുതാവഹവുമായ ഒരു സിദ്ധിയാണ് ശങ്കരാചാര്യരുടെ ഈ ഭാഷ്യത്തില് ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഈ പ്രത്യേകതകളൊക്കെ നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ നമ്മളിലേക്കും കുറെയൊക്കെ വരും എന്നുള്ളതാണ്.
ഇപ്പൊ നമ്മൾ ചെറിയൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു പേന മേടിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ പറയുന്നു, ചേട്ടാ ഒരു പേന വേണമെന്ന് പറയും. പേന വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ചോദിക്കും, നീലയാണോ കറുപ്പാണോ എന്ന് ചോദിക്കും. നീലയാണോ കറുപ്പാണോ? ആ നീലയാണ് ചേട്ടാ. പിന്നെ വീണ്ടും ചോദിക്കും, ഏത് കമ്പനിയാണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ പേര് പറയും, റീനോൾസ് ആണോ, റോട്ടോമാക് ആണോ, ലെക്സി ആണോ വീണ്ടും പറയും. അപ്പൊ ഒരു 4-5 ചോദ്യങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ നല്ല ലക്ഷണം അറിയുന്നതാണെങ്കിൽ എന്ത് പറയും? ആ ചേട്ടാ റോട്ടോമാക്കിന്റെ 10 രൂപയുടെ നീല ബോൾ പേന ഒന്ന് വേണം എന്ന് പറയും. ഒറ്റ സെന്റൻസിൽ കാര്യം കഴിഞ്ഞു. അതാണ് ശാസ്ത്രീയമായ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ നിസ്സാരമാണെന്ന് തോന്നാം, പക്ഷെ നമ്മളത് വളരെ നോക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തത ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് രീതിശാസ്ത്ര ദൃഷ്ട്യാ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇത്രയുമേ ഉള്ളൂ എന്നർത്ഥത്തിലല്ല. കുറച്ച് ഇപ്പോൾ പെട്ടെന്ന് ഇതിനു വേണ്ടി തയ്യാറാക്കിയപ്പോൾ ലഭിച്ച കുറച്ച് ബിന്ദുക്കൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പ്രാധാന്യം പറഞ്ഞിരുന്നല്ലോ, വിഷയാവബോധ ദൃഷ്ട്യാ പ്രാധാന്യം എന്തെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊന്ന് വസ്തുനിഷ്ഠത എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതായത് നമ്മൾ ഗ്രന്ഥങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ്, ഈ രീതിയിൽ പറഞ്ഞു പോകും. അപ്പോൾ പ്രൈമറി സോഴ്സിനെയാണ് നമ്മൾ മൂലഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ വസ്തുനിഷ്ഠത എന്നത് പൂർണ്ണമായിട്ടും ലഭിക്കുന്നത്. രണ്ടാമത്തെ സെക്കൻഡറി സോഴ്സ് എടുക്കുമ്പോഴത്തേക്കും ഒന്നിൽ നിന്നും രണ്ടിലേക്ക് പോകുമ്പോൾ അത്രയും എന്തെങ്കിലുമൊക്കെ ഒരു ചോർച്ച സംഭവിക്കാം. അപ്പൊ ഇന്ന് കോളേജിൽ വൈവ ഉണ്ടായിരുന്നു. അപ്പൊ വൈവ നമ്മൾ ചോദ്യം ചോദിക്കും, നമ്മൾ ഈ കൊണ്ടുവന്ന പ്രൊജക്ട് വെച്ചിട്ട് ചോദ്യം ചോദിക്കും. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ മൂലം കുട്ടികൾക്ക് അത്രയും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവര് സെക്കൻഡറി പുസ്തകങ്ങൾ വെച്ചിട്ട് കുറെ അങ്ങോട്ട് 100 പേജ് എഴുതി അത് കൊണ്ടുവന്നു, അതിനെക്കുറിച്ച് വാചാലമാകുന്നുണ്ട്. പക്ഷെ നമ്മളൊരു സ്പെസിഫൈ ചെയ്ത ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ ഉത്തരം ആ ഗ്രന്ഥത്തിൽ നിന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല എന്നൊരു വസ്തുത ഉണ്ട്. നമ്മൾ ഇന്ന് PGയുടെ വൈവയായിരുന്നു, അപ്പൊ അതിലും ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മൂലഗ്രന്ഥങ്ങളുടെ അധ്യയനത്തിന്റെ ഒരു അഭാവം പൊതുവെ കുട്ടികളിൽ കാണുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു ഗ്രന്ഥം പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ആ മൂലഗ്രന്ഥങ്ങൾ അധ്യയനം ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എന്നുള്ളതാണ്. അപ്പോൾ വസ്തുനിഷ്ഠത, നമ്മൾ ആ കൃത്യത ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊന്ന് പൂർണ്ണത എന്നുള്ളതാണ്. അപ്പൊ ഏത് ഭാഗത്തുള്ള ഒരു സംശയം എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് വളരെ നല്ല രീതിയിൽ പറയുവാനും, അതുപോലെ തന്നെ പ്രബന്ധം രചിക്കുമ്പോൾ ആ പൂർണ്ണമായ രീതിയിൽ അതിനെ ആ പുസ്തകത്തിലോ അല്ലെങ്കിൽ ഏതാണോ ആ ഒരു ക്യാൻവാസ് അതിലേക്ക് കൊണ്ടുവരാനും ഈ ഗ്രന്ഥങ്ങളുടെ അധ്യയനം വളരെ സഹായിക്കും. അതുപോലെ തന്നെ വ്യക്തത, അത് ഓപ്പൺ ഡിഫൻസിലൊക്കെയാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, പുസ്തകം തുറന്ന് നോക്കേണ്ട കാര്യം പോലുമില്ല. നമ്മുടെ ബുദ്ധിയിൽ ഈ പുസ്തകം ഇരിക്കുകയാണ്, ഈ മൂലഗ്രന്ഥം അധ്യയനം ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ വ്യക്തമാണ് നമുക്ക് ഏത് ഭാഗത്താണ് ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂലഗ്രന്ഥത്തിന്റെ അധ്യയനം എന്ന് പറയുന്നത് നമ്മുടെ ഗവേഷണത്തിന്റെ വിഷയം തിരഞ്ഞെടുക്കുന്നത് മുതൽ ആ ഗവേഷണം പടുത്തുയർത്തുന്ന ഘട്ടവും കഴിഞ്ഞ് അതിന്റെ സമർപ്പണവും കഴിഞ്ഞ് അതിന്റെ ഓപ്പൺ ഡിഫൻസും കഴിഞ്ഞ് ഇത് എത്ര കാലം നമ്മൾ ഉപയോഗിക്കുന്നു അത്രയും കാലം നമ്മളെ അത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം ലഭിച്ചു എന്ന് വരികയില്ല. അപ്പൊ ഞാനെടുത്ത ഒരു സാറ് പറഞ്ഞിരുന്നല്ലോ, ശാങ്കായന ആരണ്യകമാണ് എടുത്തത്. അത് ചിദംബരം സാറ് തന്നതാണ്, ഞാൻ അന്വേഷിച്ച് അങ്ങനെ കിട്ടിയതല്ല. അപ്പൊ സാറ് തന്നു, അതില് പ്രവൃത്തി നടന്നു. അപ്പൊ അതിന്റെ ഒരു തർജ്ജമ കിട്ടിയത് AB കീത്ത് എന്ന് പറയുന്ന പഴയ ഒരു പാശ്ചാത്യ ഗവേഷകന്റെ ഒരു വിവർത്തനം കിട്ടി, തർജ്ജമ കിട്ടി. അപ്പൊ ആ പഴയ ഇംഗ്ലീഷാണ്, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവുന്നല്ലാതെ അതിന്റെ ശരിയായ അർത്ഥം ലഭിക്കുകയില്ല. അപ്പോൾ 15 അധ്യായങ്ങളാണ് ശാങ്കായന ആരണ്യകത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് ഈ ഇംഗ്ലീഷും വെച്ചിട്ട് ശാങ്കായന ആരണ്യകത്തിന്റെ മൂലവും വെച്ചിട്ട് മലയാളത്തിൽ എഴുതും. അപ്പൊ അന്ന് അവിടെ രാമകൃഷ്ണഭട്ട് സാറുണ്ട് ഡിപ്പാർട്ട്മെന്റില്. അപ്പൊ സാറിന്റെ സമയം നോക്കിയിട്ട് ഓരോ ദിവസവും ഈ പറഞ്ഞ പങ്ക്തികൾ എഴുതിയത് ഓരോ അധ്യായമായിട്ടോ അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫായിട്ടോ സമയം ലഭ്യമാകുന്ന പോലെ സാറിന്റെ അടുക്കൽ പോയി ഇരുന്ന് അത് ശരിയാണോ, അപ്പോൾ ശരിയായത് ശരിയാണെന്ന് പറയും, തെറ്റായത് കാര്യങ്ങൾ സാറ് തിരുത്തി തരും. അപ്പൊ ആ രീതിയിൽ ഇരുന്ന് ആ ഗ്രന്ഥം ശാങ്കായന ആരണ്യകം ഈ 15 അധ്യായങ്ങളും ആ രീതിയിൽ മലയാളത്തിലേക്ക് ആക്കി. അതിനുശേഷമാണ് അത് പഠിച്ചു, മലയാളത്തിലാക്കി എന്ന് പറയുമ്പോൾ അത് പഠിച്ചു. അതിനുശേഷമാണ് ഈ ഗവേഷണ പ്രബന്ധം
തയ്യാറാക്കുവാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഘട്ടം വളരെ പ്രയാസമായിരുന്നു. വളരെയധികം സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വന്നു. പക്ഷെ അതിനുശേഷം വേറെ ഒരു തടസ്സവും ബുദ്ധിമുട്ടും വേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഗവേഷണം ചെയ്യാനായിട്ട് ഒരു ആള് വന്നിട്ടുണ്ട്. രംഗരാമാനുജന്റെ വിശിഷ്ടാദ്വൈതയായ രംഗരാമാനുജന്റെ ഛാന്തോക്യ ഉപനിഷദ് ഭാഷ്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ആള് ചോദിക്കുന്നു, ഏത് ചാപ്റ്ററാണ് ആദ്യം എഴുതേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചാപ്റ്ററൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം രംഗരാമാനുജന്റെ ഈ ഛാന്തോക്യ ഉപനിഷത്ത് ആദ്യം പഠിക്കുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഓരോ പാരഗ്രാഫോ ഓരോ അധ്യായമോ ഒരു പങ്ക്തിയോ എന്താണോ പഠിക്കുന്നത് ആ പങ്ക്തിയിലുള്ള കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ ഒന്നാമത്തെ പങ്ക്തി പഠിച്ചു, അതിൽ പറയുന്നത് ഇന്ന കാര്യമാണ്, ജഗത്കാരണത്വമാണ് പറയുന്നത്. രണ്ടാമത്തിൽ പറയുന്നത് ആത്മാവിന്റെ പ്രതിപാദനമാണ്. അപ്പൊ ഈ രീതിയിൽ എന്താണോ ഓരോ പങ്ക്തിയിലും പറയുന്നത് അത് കൃത്യമായിട്ട് പിന്നീട് കിട്ടുന്ന റീകളക്ട് ചെയ്യണമല്ലോ, റീകളക്ട് ചെയ്യാൻ പാകത്തിന് അത് എഴുതി വെക്കുക. എന്നിട്ട് മൊത്തത്തിൽ ഇതിന്റെ പഠനം കഴിഞ്ഞിട്ട് മതി അതിന്റെ അധ്യായങ്ങളിലേക്ക് എഴുതുവാൻ പോകുന്നത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഗ്രന്ഥത്തിലുള്ള നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമർഥ്യം അത് ഗവേഷണത്തിലുടനീളം നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ ഇതോടൊപ്പം ഒരു ചെറിയൊരു മാതൃകാശോധ പ്രബന്ധം, അതായത് ഒരു ആർട്ടിക്കിള്, ചെറിയൊരു ആർട്ടിക്കിള് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത് ആർട്ടിക്കിളിന്റെ പേര് പ്രബന്ധ വിഷയ ശാങ്കരാദ്വൈത വേദാന്തെ ഈശ്വര തത്വ സമീക്ഷ എന്നുള്ളതാണ്. അപ്പോൾ ശങ്കരന്റെ അദ്വൈത വേദാന്തത്തില് ഈശ്വര തത്വത്തെ കുറിച്ചുള്ള ഒരു സമീക്ഷണം. അപ്പോൾ അതിലൊരു ആകാംക്ഷ ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഈശ്വര തത്വത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, ശങ്കരന്റെ അദ്വൈത വേദാന്തത്തിലാണ് ഈശ്വരൻ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ അത് വേറെ എന്തെങ്കിലാണോ എന്നൊരു ആകാംക്ഷ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വര വിഷയ ശാങ്കരമതം, ശങ്കരന്റെ മതം എന്താണ്, ഈശ്വര തത്വസ്യ പ്രയോജനം, അങ്ങനെ ഒരു ഈശ്വരനെ സ്വീകരിച്ചതുകൊണ്ട്, ഇങ്ങനെ ഒരു തത്വത്തെ സ്വീകരിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം ഈ വേദാന്തത്തില്, അദ്വൈത വേദാന്തത്തില്. അപ്പോൾ സംശയം ഉണ്ടെങ്കിലേ പ്രവൃത്തി ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇതിൽ വരുന്ന സംശയങ്ങൾ ഇപ്രകാരമാണ്. ശങ്കരാദ്വൈത വേദാന്ത ഈശ്വര അസ്തിവാനവ, ശങ്കരാദ്വൈതത്തില് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ? ശങ്കരാദ്വൈത വേദാന്ത നിരീശ്വര വേദാന്ത, ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നിരീശ്വരമായിട്ട് മാറിയല്ലോ. അപ്പൊ ഈ വേദാന്തം നിരീശ്വരമായിട്ട് മാറുമല്ലോ. അപ്പൊ അതൊരു അങ്ങനെയാണോ? അതുപോലെ പത്യധികരണം എന്നത് ബ്രഹ്മസൂത്രത്തിലെ ഒരു അധികരണമാണ്. അപ്പൊ അവിടെ സാങ്കേയോഗ വ്യപാശ്രയാണാം മഹേശ്വരാണാം ഐശേഷികാനാം ഈശ്വരപക്ഷ നിരാകരണേന ശങ്കരാദ്വൈത വേദാന്തേ അപ്പൊ ഈശ്വര നിരാകരണം ഭവതിവ. പത്യധികരണത്തിൽ ഈശ്വരനെ നിരാകരിക്കുന്നുണ്ട്, സാങ്കേയോഗികള് ആശ്രയിക്കുന്ന ഈശ്വരനെ, അതുപോലെ മഹേശ്വരന്മാരുടെ ഈശ്വരനെ, വൈശേഷികന്മാരുടെ ഈശ്വരനെയൊക്കെ ശങ്കരാചാര്യൻ നിരാകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശങ്കരാചാര്യ ഈശ്വരനെ നിരാകരിക്കുകയാണോ? ഇത്തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകാം. അപ്പൊ ഇതിനെല്ലാം ഒരു സമാധാനം എന്ന രീതിയിലാണ് നമ്മുടെ ഈ പ്രബന്ധം. അപ്പൊ അതിനൊരു ഹൈപ്പോത്തിസിസ് വേണം, എന്തായിരിക്കും ഇതിന്റെ ഒരു അവസാനം എങ്ങനെയായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഹൈപ്പോത്തിസിസ് ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. അപ്പൊ ഇതോ ആയിക്കോട്ടെ. അപ്പൊ ഈശ്വര വിഷയ ശാങ്കരമത ഇതാണ്. അദ്വൈത വേദാന്ത ബ്രഹ്മേകമേവ പാരമാർത്ഥികം തത്വം തസ്യ ത്രികാലാബാധ്യത്വാത് തദ്ഭിന്നം സർവമനിത്യം തഥാപി ജഗതഃ ജീവസ്യ ഈശ്വരസ്യ വ്യാവഹാരിക സത്യത്വം അദ്വൈതയെ അംഗീകരിക്കട്ടെ. വ്യാവഹാരിക രൂപേണ ജീവനെയും ഈശ്വരനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ആവിദ്യകങ്ങളാണ്, എന്നാൽ അതിന്റെ പ്രയോജനവും ഉണ്ട്. അപ്പോൾ വ്യാവഹാരികമാണെങ്കിലും അതിന് പ്രയോജനമുണ്ട്, അതുകൊണ്ട് അതിനൊരു പ്രസക്തി ഉണ്ട്. അപ്പോൾ ഈശ്വരനെ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഇനി അത് തെളിയിക്കണമല്ലോ. അപ്പൊ തെളിയിക്കുവാനായിട്ട് ഈശ്വരന്റെ സ്വരൂപം എന്താണെന്ന് പറയും. അപ്പൊ ഇതിൽ ലക്ഷണങ്ങൾ പെടുന്നു, ഈശ്വരന്റെ സ്വരൂപം പെടുന്നു, അതിന്റെ പ്രയോജനം പെടുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ 3 ബിന്ദുക്കളിൽ എല്ലാം വരും. അപ്പൊ ഈശ്വരസ്യ സ്വരൂപം, സഗുണത്വം, ഈശ്വരസ്യ സർവനിയന്ത്രിത്വം, ഈശ്വരസ്യ ജഗത് കാരണത്വം. അപ്പൊ സഗുണത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർഗുണമായ ബ്രഹ്മത്തെയാണ് അറിയേണ്ടത്. പക്ഷേ സാമാന്യ അധികാരികൾക്ക് നിർഗുണമായ ഒന്നിന്റെ ഒരു അറിവ് ലഭിക്കുവാൻ പ്രയാസമാണ്. അപ്പൊ ശ്രുതി തന്നെ സമ്മതിക്കുന്നുണ്ട്, ശ്രുതിക്ക് സമ്മതമാണ്, ശ്രുതി തന്നെ നിർഗുണമായ ബ്രഹ്മത്തെ സഗുണമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നതിൽ ഒരു തടസ്സമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പൊ ശ്രുതി സമ്മതമായതുകൊണ്ട് സഗുണ രൂപത്തില് ബ്രഹ്മത്തെ സ്വീകരിക്കുക. അപ്പൊ സഗുണ രൂപത്തിലുള്ള ബ്രഹ്മത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ശ്രുതി സമ്മതമാണ്, അതുകൊണ്ട് തന്നെ അദ്വൈത വേദാന്ത സമ്മതമാണ്. അപ്പൊ അതിനുള്ള പ്രമാണങ്ങളാണ് ഇതിൽ കാണുന്നത്. ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യത്തിലെയും ഗീതാഭാഷ്യത്തിലെയും ഒക്കെ
സിദ്ധാന്ത ബിന്ദു തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെ ഇത് റെഫറൻസ് ആയിട്ട് നമ്മൾ ചേർക്കുകയാണ്. അതുപോലെ സർവ്വനിയന്ത്രിത്വം. പിന്നെ ഈശ്വരന്റെ മറ്റൊരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരൻ നമ്മളിൽ നിന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നു. ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈശ്വരനാണ്, അന്തര്യാമിയായി നിന്നുകൊണ്ട് ഈശ്വരനാണ് നമ്മളെ എല്ലാം ചലിപ്പിക്കുന്നത്. ഇപ്പോൾ ഗീതയിലൊക്കെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, യന്ത്രാരൂഢാനി മായ എന്നൊക്കെ പറയുന്നുണ്ട്. ഈശ്വര സർവഭൂതാന ഹൃദയശേ അർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ എന്ന് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള നമ്മൾ മൂലഗ്രന്ഥം പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ പല സ്ഥലത്തും ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഒരു ടോപ്പിക്ക് വരുമ്പോൾ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് നമ്മളതെല്ലാം അത് കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രബന്ധത്തിന്റെ രൂപത്തിലേക്ക് അതിനെ മാറ്റുന്നു എന്നുള്ളത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ ജഗത്കാരണത്വം മറ്റൊരു പ്രാധാന്യം. എന്തുകൊണ്ട് ഈശ്വരനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജഗത്തിനൊരു കർത്താവ് ആവശ്യമാണ്. അപ്പൊ വൈവിധ്യമുള്ള ഈ ജഗത്തിന് അപ്പൊ അത്രയും ശക്തിമത്തായ ഒരു കാരണം ആവശ്യമാണ്. അത് നമ്മുടെ ബ്രഹ്മമാണ്, അതായത് ഈശ്വരനാണ്. സൃഷ്ടിയായിട്ട് പറയുമ്പോൾ ബ്രഹ്മത്തെ ഈശ്വരൻ എന്നാണ് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുമില്ലല്ലോ, നിരോധം ഉത്പത്തി, അതാണ്. അപ്പം ഈശ്വരൻ എന്ന രീതിയിൽ വരുമ്പോൾ മാത്രമാണ് ജഗത് കാരണത്വം വരുന്നത്. അതും ശ്രുതി സമ്മതമാണ്. യഥോ വായുമാനി ഭൂതാനി ജായന്തി, ശ്രുതി സമ്മതമാണ്, ശാസ്ത്ര സമ്മതമാണ്. അദ്വൈത വേദാന്തത്തില് ഈശ്വരൻ എന്ന തത്വത്തെ സ്വീകരിക്കാം എന്ന് തന്നെയാണ്. ഇനി സംശയങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നല്ലോ, പത്യധികരണത്തില് അനേകം ഈശ്വരന്മാരെ ശങ്കരാചാര്യർ നിരാകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈശ്വരനെ നിരാകരിക്കുന്നത് കൊണ്ട് നിരീശ്വരവാദം എങ്ങാനും ആണോ ശങ്കരാചാര്യ പറയുന്നത്? അപ്പൊ അവിടെ കൃത്യമായ ഉത്തരം അദ്ദേഹം തന്നെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പ്രകൃത്യധികരണം എഴുതിയ ആൾ തന്നെയാണല്ലോ ഞാൻ. അപ്പൊ അവിടെ ഈശ്വരനെ നിമിത്ത കാരണമായിട്ട് ഉപാദാന കാരണമായിട്ടൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ എങ്ങനെയാ മാറ്റി പറയുക? അതുകൊണ്ട് മാറ്റി പറയുമൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈശ്വരന്മാരെ നിരാകരിച്ചതെന്നാണെങ്കിൽ, വേദബാഹ്യ ഈശ്വര കൽപ്പന അനേക പ്രകാര, വേദത്തിന് നിരക്കാത്തത്, വേദമൂലമല്ലാത്ത ഈശ്വര കൽപ്പനകളെയാണ് പത്യധികരണത്തില് നിരാകരിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അസാമഞ്ജസ്യ, അതിന് ഒരു സാമഞ്ജസ്യമില്ല, അതിന് പൊരുത്തങ്ങളില്ല. അപ്പൊ പൊരുത്തങ്ങളില്ലാത്ത വേദങ്ങൾ അനുശാസിക്കാത്ത കൽപ്പനകളെയാണ്, ഈശ്വര കൽപ്പനകളെയാണ് നിരസിക്കുന്നത്. ന വേദവിഹിതാഹ, വേദസമ്മതമായ ഈശ്വര കൽപ്പനകളെ ഒന്നും നിരാകരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഈശ്വരൻ, അദ്വൈത വേദാന്തത്തിലെ ഈശ്വരൻ എന്ന് പറയുന്നത് വേദസമ്മതനാണ്, വേദവിഹിതനാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ ഈശ്വരനെ നിരാകരിക്കുന്നു എന്നതുകൊണ്ട് അദ്വൈതത്തിലെ ഈശ്വരനില്ല എന്ന ഒരു സംശയം ആവശ്യമില്ല. അപ്പൊ ഈ രീതിയിൽ പ്രമാണങ്ങളെ കൊണ്ട് സമർത്ഥിച്ചും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തുകൊണ്ട് ആദ്യം പറഞ്ഞ ഹൈപ്പോത്തിസിസ് ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് മാറുകയാണ്. ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് മാറുകയാണ്. അപ്പൊ ചെറിയൊരു വിഷയം എടുത്തുകൊണ്ട് എങ്ങനെയാണ് ആ വിഷയത്തെ ഒരു ആർട്ടിക്കിളായിട്ട്, അല്ലെങ്കിൽ ആ ഒരു തുടക്കം അതെങ്ങനെ നമ്മൾ കൊണ്ടുപോകണം എന്നൊരു കാര്യം കൂടി യഥാമതി പറ്റുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതോടെ ഉദ്ദേശിച്ച കാര്യം പൂർണ്ണമാവുകയാണ്. ഇനി ബാക്കി ഭാഗങ്ങളിൽ എന്തെങ്കിലും സംവാദങ്ങൾ ആകാം. അപ്പോൾ മൂലഗ്രന്ഥങ്ങളുടെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം, നമ്മൾ പഠിച്ച ഗ്രന്ഥങ്ങളൊക്കെ ആ സമയത്തൊക്കെ ഒരു പരീക്ഷാടിസ്ഥാനത്തിലായിരിക്കാം പഠിച്ചു പോയത്. അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വീണ്ടും അധ്യയനം ചെയ്യുവാനും കാര്യമുള്ളൊരു ശ്രമം എല്ലാവരിലും ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ സംഘാടകയായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ സംഘാടകയായിട്ടുള്ള പ്രവീണ, അതുപോലെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച നാരായണൻ സാറ്, എന്നെ ഇത്രയും നേരം ശ്രവിച്ച അധ്യാപകര്, വിദ്യാർത്ഥികൾ, എല്ലാവരോടുമുള്ള സന്തോഷം അറിയിച്ചു കൊള്ളുന്നു. നന്ദി. തൽക്കാലത്തേക്ക് നിർത്തുന്നു. ഇനി എന്തെങ്കിലും ചർച്ചകൾ മറ്റൊന്നുണ്ടെങ്കിൽ ആകാം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ശശാന്ത് മാഷ് അല്പം പോലും സംശയത്തിന് ഇട നൽകാതെ, അല്പം പോലും ബാക്കി വയ്ക്കാതെ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, നമ്മുടെ ഈ വിഷയം സമഗ്രമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഗവേഷകരാണ് ഇടപെടേണ്ടത്. ഗവേഷകരെ അവരുടെ സംശയങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ അവർക്ക് ഇതൊരു സംവാദത്തിന് വേണ്ടിയിട്ട് ഈ ഒരു അവസരം ഉപയോഗിക്കുക. കാരണം നിങ്ങൾ പലരും ഈ പ്രൈമറി ടെക്സ്റ്റുകളിൽ തന്നെ ഗവേഷണം നടത്തുന്നവരാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. എല്ലാവരും ഇടപെട്ട് സംസാരിക്കുക.
ഹലോ, സാർ നമസ്കാരം, പ്രവീണയാണ്. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം നല്ലൊരു രീതിയിലുള്ള ഒരു ലെക്ചർ കേൾക്കാൻ പറ്റിയതില്. സാർ, ഈ ഗ്രന്ഥാധിഷ്ഠിത പഠനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നൂതന ദർശനത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ വായിച്ച് അധ്യയനം ചെയ്തു പോകുമ്പോൾ ആ ദർശനം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി അധ്യയനം ചെയ്യുന്നതാണോ, അതോ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ കൂടി അതിലേക്ക് വരുമ്പോൾ ഒരു കമ്പാരിസൺ ആയിട്ടുള്ള രീതിയിൽ അധ്യയനം ചെയ്തു പോകുമ്പോഴാണോ കൂടുതൽ നമുക്ക് ഒരു നല്ല സാധ്യതയുള്ളത് പഠിക്കുക? ഗ്രന്ഥാധ്യയനം എന്ന് പറയുമ്പോൾ ചില ഗ്രന്ഥങ്ങളൊക്കെ ഇന്ന ശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളാണ് എന്നൊരു നിശ്ചയം ഉണ്ടാകും. അപ്പോൾ നിശ്ചയമുള്ള ഗ്രന്ഥങ്ങളിൽ പിന്നെ ഒരു സംശയം ആവശ്യമില്ല. പക്ഷെ നിശ്ചയം വരാത്ത തരം ഗ്രന്ഥങ്ങൾ ആണ് എങ്കിൽ ഈ പറഞ്ഞ പോലെ പഠിച്ച ശേഷം അത് ഏത് ഫിലോസഫിയാണ്, അപ്പോൾ രണ്ടും വരുന്നുണ്ടോ, താരതമ്യമാണോ എന്ന രീതിയിൽ പോകാം. ആർക്കും പറയാം, ഞാനിതെല്ലാം പറയുന്നത് അറിയാമെന്ന അർത്ഥത്തിലല്ലല്ലോ. അപ്പൊ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണ്. അപ്പോൾ നിശ്ചയിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അത് ഇന്ന ഫിലോസഫിയാണ്, അപ്പോൾ അതിനനുസരിച്ചല്ലേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിശ്ചയം വരാത്തിടത്ത് സംശയമാണ്. അപ്പോൾ സംശയത്തിനനുസരിച്ച് പഠനമാകാം. അപ്പോൾ ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ ഇത് വിശിഷ്ടാദ്വൈതത്തിന്റെ ആണോ ദ്വൈതത്തിന്റെ ആണോ എന്നത് ഹൈപ്പോത്തിസിസ് ആണ്. പഠന ശേഷമാണ് അതിന്റെ നിശ്ചയത്തിലേക്ക് പോകുന്നത്. സുശാന്ത് സാറേ, നമസ്തേ. ഉണ്ണികൃഷ്ണനാണ്. പിന്നെ ഈ സോഴ്സ് ടെക്സ്റ്റ് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഇത്രയും പുരാതനമായ പല സോഴ്സ് ടെക്സ്റ്റുകളും അതിൻ്റെ കമൻട്രികൾ കൊണ്ട് തന്നെ സമ്പുഷ്ടമായ ഒരു സാഹിത്യം ആ സോഴ്സ് ടെക്സ്റ്റുകൾക്കുണ്ട്. ഓരോ കമൻട്രികളും അതിൻ്റേതായ നിലയിൽ വളരെ പ്രാഗൽഭ്യവും വ്യതിരിക്തതയും വ്യത്യാസങ്ങളും ഉള്ള ഒരുപാട് കമൻട്രികളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ സോഴ്സ് ടെക്സ്റ്റ് അഥവാ ഞാൻ യോഗസൂത്രങ്ങളുടെ വ്യാഖ്യാനത്തിൽ കമൻട്രിയിലാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കമൻട്രികളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് യോഗസൂത്രത്തെ വ്യാസഭാഷ്യത്തോട് ചേർത്ത് കൊണ്ടുള്ള ഒരു പ്രൈമറി ടെക്സ്റ്റ് എന്നുള്ള നിലയിലാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. പക്ഷേ ഈ യോഗസൂത്ര വ്യാസഭാഷ്യത്തിൻ്റെ തന്നെ പലതരം കമൻട്രികൾ, അത് തൈമിനിയുടെ കമൻട്രി വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അതിനകത്ത്. എന്ന് തുടങ്ങി പല ആൾക്കാരും അവരുടേതായ മേഖലകളിലെ ചില വൈദഗ്ധ്യവും അറിവും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈ കമൻട്രി, ഒരുപക്ഷെ വേദാന്തവുമായി കലർത്തിയ ഒരുപാട് കമൻട്രികളുണ്ട്. പിന്നെ ഞാൻ നിത്യചൈതന്യയുടെ കമൻട്രിയാണ് എൻ്റെ സോഴ്സ് ടെക്സ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം മോഡേൺ സൈക്കോളജിയുടെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ പല വെസ്റ്റേൺ ഫിലോസഫിയുടേത് ഒക്കെ കലർത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സോഴ്സ് ടെക്സ്റ്റ് പിന്നെ ഒപ്പം തന്നെ പ്രാധാന്യം ഇത്തരം കമൻട്രികൾക്കും ഇല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് നമ്മുടെ റിസർച്ചിൻ്റെ മേഖലയായി ബന്ധവരുമ്പോൾ. അതെ, എല്ലാ ഗ്രന്ഥങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പക്ഷേ ഒരു വിവേചിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ യോഗശാസ്ത്രം തനിച്ച് പറയുമ്പോൾ, നമ്മളിപ്പോൾ പതഞ്ജലിയുടെ യോഗശാസ്ത്രമാണ് പറയുന്നത് എങ്കിൽ അതിൻ്റെ ഒരു ശാസ്ത്രീയത ഒന്നാണ്. എന്നാൽ നമ്മളിപ്പോൾ യോഗം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു പലതും വേദാന്തത്തിന്റെ വീക്ഷണങ്ങളും ഇടകലർന്നുകൊണ്ടുള്ള കമൻട്രികൾ, വ്യാഖ്യാനങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു.
അപ്പൊ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കണമെന്നില്ല, വിവേകത്തോടെ തന്നെ. അപ്പൊ പതഞ്ജലി പറഞ്ഞ യോഗം ഇങ്ങനെയാണ്, അതിന്റെ തുടർന്ന് വന്ന വ്യാഖ്യാനങ്ങൾ അത് ഇന്നതാണ്, അത് ഈ രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്ന് അല്ലാതെ രണ്ടിനെയും വീണ്ടും നമ്മളവിടെ ബന്ധിപ്പിക്കുവാനും പോകാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇത് വന്നല്ലോ, നിരീശ്വര യോഗം എന്നൊരു വന്നു. അതായത് നമ്മുടെ ഗവേഷണം പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടും സോഴ്സ് ടെക്സ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാണ് അല്ലേ? അതെ, ഓരോന്നിന്റെ മൗലികത അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ഗ്രന്ഥങ്ങളും ഒരേ കാര്യം പറയുക അല്ലല്ലോ, അത് കാലഘട്ടത്തിനനുസരിച്ച് മാറും, കർത്താവിനനുസരിച്ച് മാറും എന്നുള്ളതാണ്. അപ്പൊ ഓരോന്നിനെയും ഓരോന്നായിട്ട് തന്നെ അറിയുക, ബന്ധിപ്പിക്കാവുന്ന ഘടകങ്ങളിൽ ബന്ധിപ്പിക്കുക, ബന്ധം വരുത്തുക എന്നത് നമ്മൾ നിർബന്ധമാക്കേണ്ടതില്ല. അതാണ്, ഒത്തുപോകുന്നതിനെല്ലാം ബന്ധിപ്പിക്കാൻ പറ്റുന്നതിനെയൊക്കെ ബന്ധിപ്പിക്കുക. പിന്നെ ഒരു കാര്യം, സാറിൻ്റെ പ്രസൻറ്റേഷൻ വളരെ ഭംഗിയായിരുന്നു. അത് മെത്തഡോളജിക്കലായിട്ട് വളരെ ക്ലിയറായിട്ട് അതിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം വളരെ, ഒരു അധ്യാപകനായതുകൊണ്ട് കൂടി അത്തരത്തിൽ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. ഒരു പൂർണ്ണത അതിനുണ്ടായിരുന്നു. നന്ദി. ഓക്കെ, നന്ദി. ഞാൻ എന്തായാലും ഒരു കാര്യം സംസാരിക്കാമെന്ന് കരുതുന്നു. കാരണം നമ്മൾ സോഴ്സ് ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ നമ്മൾ ഈ വരികൾക്കിടയിലൂടെ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. കാരണം നമ്മൾ സോഴ്സ് ടെക്സ്റ്റിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ സോഴ്സ് ടെക്സ്റ്റ് ബോധപൂർവം മറച്ചു വെക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൂടെ അതിൽ വരുന്നുണ്ടോ, അങ്ങനെയുള്ള ഇതിലൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഗവേഷണത്തിന് പുതിയൊരു ഡയറക്ഷൻ കൊടുക്കാനായിട്ടോ പുതിയൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാനോ കഴിയും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകമാണ്, അതായത് ഡോക്ടർ ശിവകുമാർ, നമ്മുടെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ ശിവകുമാർ സാറല്ല, വടക്കേ ഇന്ത്യയിൽ നോർത്തിലുണ്ടായിരുന്ന വളരെ പഴയൊരു സ്കോളറാണ്. അദ്ദേഹത്തിൻ്റെ ഈ സാഖ്യ തോട്ട് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ റെഫറൻസ് അദ്ദേഹം പറയുന്നത്, അത് ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ അദ്ദേഹം സാഖ്യ വിമർശനം നടത്തുന്നത് കാണുമ്പോൾ നമ്മൾ സാഖ്യകാരികയിൽ നിന്ന് കാണുന്ന സാഖ്യത്തെ, നമ്മൾ അറിഞ്ഞ സാഖ്യത്തെയാണോ വിമർശിക്കുന്നതെന്ന് നമുക്കൊരു സംശയം തോന്നാറുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സംശയമാണ് അദ്ദേഹത്തെ സാഖ്യ ദർശനത്തെക്കുറിച്ച് മാത്രം ഒരു പഠനത്തിലേക്ക് നയിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ ഒന്ന് സൂചിപ്പിച്ച് പോകുന്നത്. അപ്പം അതുപോലെ ഈ വരികൾക്കിടയിൽ വായിക്കുന്നത് ചിലപ്പോൾ വളരെ സമർത്ഥമായിട്ടാണ് നമ്മുടെ ഓതേഴ്സ് ഇതിനെ മറച്ചു വയ്ക്കുന്നത്. നമ്മൾ മൂലഗ്രന്ഥത്തെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ മൂലഗ്രന്ഥം പഠിക്കണം, പക്ഷേ അവിടെ നമ്മളുടെ ഒരു ക്രിട്ടിക്കൽ മൈൻഡോട് കൂടിയിട്ട് വേണം നമ്മൾ ആ മൂലഗ്രന്ഥത്തെ സമീപിക്കേണ്ടത്, വിശകലനം ചെയ്യേണ്ടത് എന്നാണ് എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്. സുശാന്ത് വളരെ കൃത്യമായിട്ട് തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ മെത്തഡോളജിക്കലി എങ്ങനെയാണ് നമ്മുടെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്, എങ്ങനെയാണ് അത് മൂലഗ്രന്ഥങ്ങളെ നമ്മളെ ആ ഒരു കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പിറ്റ്ഫോൾസ്, നമ്മുടെ ആദേഴ്സ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പിറ്റ്ഫോൾസിനെ കുറിച്ചുകൂടി നമ്മളൊന്ന് ബോധേഡ് ആയിരിക്കണം എന്ന് മാത്രമാണ് ഞാൻ കൂട്ടിച്ചേർക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശരിയാണ് സാർ, ശരിയാണ്. നമ്മുടെ ഗവേഷകർ ഇനി സംസാരിക്കുന്നുണ്ടോ? ഓക്കെ മാഷെ, അപ്പോഴേ സമയം വൈകുന്നു, നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ മാഷെ? അപ്പോഴേ സുശാന്ത് മാഷെ, ഞാൻ ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഈ ഇന്നത്തെ പ്രസന്റേഷൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. അപ്പോഴേ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് ഔപചാരികമായ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഹരിപ്രിയയെ ക്ഷണിക്കുന്നു. നമസ്തേ. വേദാന്ത വിഭാഗം റിസർച്ച് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പ്രതിമാസ പ്രഭാഷണ പരമ്പരയുടെ 3ാമത്തെ പ്രഭാഷണമാണ് ഇവിടെ ഇന്ന് നടന്നത്. ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഇന്ന് ഈ കാര്യപരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച വേദാന്ത വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ ജി നാരായണൻ സാറിന് റിസർച്ച് ഫോറത്തിന്റെ പേരിലും ഈ
വേദാന്ത വിഭാഗത്തിന്റെ പേരിലും വ്യക്തിപരമായിട്ടുള്ള പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു വിഷയ അവതരണത്തിനായിട്ട് എത്തിച്ചേർന്നത് ഡോക്ടർ സുശാന്ത് സാറാണ്. അദ്ദേഹം ശോധപ്രബന്ധ രചനായ മൂലഗ്രന്ഥാധ്യയനസ്യ പ്രാധാന്യം എന്ന വിഷയത്തിലാണ് ക്ലാസ് നയിച്ചത്. അദ്ദേഹം ആ ഒരു ക്ലാസ് നമുക്ക് ഗവേഷണ വിഷയ മേഖലകളടക്കം പറഞ്ഞു തന്നു. അതില് രീതിശാസ്ത്ര ദൃഷ്ടിയിലും വിഷയാവബോധ ദൃഷ്ടിയിലും എങ്ങനെയൊക്കെ നമുക്ക് മൂലഗ്രന്ഥ പഠനം നമ്മളെ ഗവേഷണത്തെ എത്രത്തോളം സഹായിക്കുന്നു, എങ്ങനെയാണ് ഒരു വസ്തുനിഷ്ഠതയോടും പൂർണ്ണതയോടും വ്യക്തതയോടും കൂടിയിട്ട് ഒരു ഗവേഷണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളത് വളരെ മെത്തഡോളജിക്കലി അദ്ദേഹം പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. സാറിന്റെ ഈ ഒരു ക്ലാസ് അതിന് വളരെ സഹായകമായി. സാർ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് തന്നെ സാറിന്റെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും പ്രയോജനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് പ്രയോജനമായിരുന്നു എന്ന് സാറിനെ അറിയിച്ചുകൊണ്ട് സാറിന് റിസർച്ച് ഫോറത്തിന്റെ പേരിലും വേദാന്ത വിഭാഗത്തിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ശ്രീമതി സിന്ധ്യ ചേച്ചി 3ാം വർഷ ഗവേഷകയാണ്, ക്ഷമിക്കണം. ചേച്ചിക്കും നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഈ പരിപാടിയിൽ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയെ ഇത്രത്തോളം വിജയിപ്പിച്ച അധ്യാപകർക്കും ഗവേഷകർക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒറ്റവാക്യം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സുശാന്തിന് ബാക്കി പങ്കെടുത്ത എല്ലാവർക്കും, എൻ്റെ സഹപ്രവർത്തകർക്കും ഗവേഷകർക്കും എല്ലാവർക്കും ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നു. സുശാന്ത് മാഷെ, സന്തോഷം, വളരെ സന്തോഷം. നന്ദി സാർ. ഓക്കെ, കാണാം. അപ്പോൾ സി യു. ഓക്കെ.